പോപ്പുലർ ഫേസ് ഓഫ് ദ ഇയർ അവാർഡിന് ഇതിനി മറ്റൊരു സെക്കൻഡ് തോട്ടിന്റെ ആവശ്യമില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വളരെയേറെ സന്തോഷത്തോടു കൂടിയും അഭിമാനത്തോടു കൂടിയും വേദിയിലേക്ക് ആദ്യത്തെ അവാർഡ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് മാളിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നതും ഏറ്റവും കൂടുതൽ വൈബ് ഉണ്ടാക്കിയ ഒരു മനുഷ്യനാണ് ഇവിടെ നിൽക്കുന്നത്. ഹൈലൈറ്റ് മാൾ എന്ന് മാത്രമല്ല പക്ഷെ അധികം വൈബായിരുന്നു റോബിൻ വന്നപ്പോഴാണ് കോഴിക്കോടുള്ള ചില സംസാരം. ഇപ്പോഴും സ്ത്രീ ആ ഒരു വൈബ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. Thank you, Robin, and thank you, sir. And please stay with us. And moving on to the next award. Another category, the most influential RJ. The most influential RJ കാറ്റഗറിയിലേക്ക് ഈ അവാർഡ് വാങ്ങിക്കാനായി ഞാൻ ഈ ആളെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ എനിക്ക് ഒരു തെല്ല് അഹങ്കാരത്തോടു കൂടിയാണ് ഞാൻ ഈ ആളെ വേദിയിലേക്ക് സെലിബ്രേറ്റ് ചെയ്തത്. ബിക്കോസ് ഈ അവാർഡ് മേടിച്ചുകൊണ്ട് ഈ ആള് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് കയറി വരാൻ പോകുന്നത്. ബിക്കോസ് he is none other than RJ Musafir from Super Hits 93.5 Red FM. അവാർഡ് മേടിച്ചതിന്റെ ഭാഗമായി എന്താണ് ഇപ്പൊ ഈ ഒരു മൊമെന്റിൽ ഷെയർ ചെയ്യാനുള്ളത് എന്താണെന്നുള്ളത്? എല്ലാവരും നമസ്കാരം. സോ അപ്പം കാലിക്കറ്റ് ഹൈലൈറ്റ് മാളിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം 2022 വന്നത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ശേഷം ഇത്രയും ക്രൗഡിന് ഞാൻ ഫേസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കാണാറുണ്ട്. പിന്നെ പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് 2024 കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ ഒരുപാട് ആൾക്കാരെ എനിക്ക് കാണാൻ പറ്റി. സത്യം പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം സോഷ്യൽ മീഡിയയൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൽ എല്ലാവരും ഭയങ്കര ടാലൻറ്റഡ് ആണ്. എന്താ പറയുക, സത്യം പറയാം ബിഗ് ബോസിന് മുന്നേ തന്നെ അധികം ആൾക്കാർക്ക് അറിയത്തില്ല. ബിഗ് ബോസിന് ശേഷമാണ് പലർക്കും അറിയുന്നത്. നിങ്ങളുടെയൊക്കെ ഹാർഡ് വർക്കും നിങ്ങളുടെയൊക്കെ ഡെഡിക്കേഷനും കാണും നിങ്ങൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അസോസിയേഷനിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഗുണകരമാകട്ടെ. ആൻഡ് കേരള ഇൻഫ്ലുവൻസേഴ്സ് അവാർഡ് 2024 പോപ്പുലർ ഫേസ് ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷപ്പെടുന്നു. ആൻഡ് ഒരു കാര്യം, എനിക്ക് സത്യം പറയാം ബിഗ് ബോസിന് ശേഷം എൻ്റെ ഫെയിം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ഫോൾട്ട് എൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുണ്ട്. അതെല്ലാം ശരിയാക്കി ഒരു ബെറ്റർ പേഴ്സൺ, നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആൻഡ് ബോബി സർ, ഇത്ര എനർജറ്റിക് ആയിട്ടുള്ളൊരു ആളിനെ ഞാൻ കണ്ടിട്ടില്ല. ആൻഡ് സാറിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു ഡോക്ടർ റോബിൻ. ആൻഡ് അടുത്ത ആളിലേക്ക് പോവാണ് RJ മുസാഫിർ. ഞാൻ കൂടുതൽ ഔപചാരികതയിലേക്ക്